മറ്റാരുണ്ട് LDF അല്ലാതെ? അജ്ഞാത സംഘം റിപ്പോർട്ടർ കൊല്ലം ന്യൂസ് ബ്യൂറോ ആക്രമിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതം. CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സംശയം തോന്നിയ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ അടക്കം പോലീസ് ഇതിനോടകം ചോദ്യം ചെയ്തതായാണ് വിവരം. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരി, എന്തായി അന്വേഷണം? ഈ അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഇതിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാന പോലീസ് മേധാവി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ബ്യൂറോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഇന്നലെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുമുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് തകൃതിയായി മുന്നോട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പ്രകാരം ഒരു ബൈക്കിൽ 2 പേർ എത്തുന്നതാണ് കാണുന്നത്. അതിൽ ഹെൽമറ്റ് വെച്ചയാൾ പുറത്തേക്ക് ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ സ്ഫോടക വസ്തു നിറച്ച ബിയർ ബോട്ടിൽ കൊല്ലം ബ്യൂറോയ്ക്ക് നേരെ എറിയുന്നതാണ് ആ ദൃശ്യങ്ങളുള്ളത്. പക്ഷേ ഈ ഹെൽമറ്റ് ഉള്ളതുകൊണ്ട് ഈ വ്യക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അപ്പോൾ പോലും പോലീസ് ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഗുണ്ടാ സംഘങ്ങളിൽപ്പെട്ട ആരെങ്കിലും ആകാം ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുകളിൽ പലരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കൂടാതെ ഈ പരിസരത്തേക്ക് ഇവർ വരുന്നതിന്റെ മറ്റ് ദൃശ്യങ്ങൾ ആ ഭാഗത്തു നിന്ന് ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരെ ഏതെങ്കിലും നിലയ്ക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. DGP അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് എത്രയും വേഗത്തിൽ പ്രതികളെ പിടികൂടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അതിൽ കഴിഞ്ഞ ദിവസം ഈ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ നൽകിയ വാർത്തകൾ അടക്കം പോലീസ് പരിശോധിച്ച് അതിൽപ്പെട്ട ആളുകളെ അടക്കം പോലീസ് നിരീക്ഷിച്ച് അതിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിൽ നിന്ന് ലഭിക്കുന്ന മറുപടി പ്രകാരം അതിവേഗത്തിൽ തന്നെ പ്രതികളെ പിടിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. ശ്രുതി റീജിത്ത്. ഓക്കെ, എന്തായാലും CCTV അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.